ഇഷ്ടായി. ഇഷ്ടമായി. നല്ല ടേസ്റ്റ്. ഞാൻ എന്റെ കാര്യം ചോദിച്ചത്. പങ്കുവയ്ക്കൂ സ്നേഹത്തിന്റെ രുചി. ഇവിടെ എല്ലാം സ്പെഷ്യലാണ്. ദ സോൾട്ട് റെസ്റ്റോറന്റ്, കാക്കനാട്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ. വനാമി ചെമ്മീൻ കൃഷി കേരളത്തിലെ സാധ്യത എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ CITU സെമിനാർ സംഘടിപ്പിച്ചു. വനാമി ചെമ്മീൻ കൃഷി കേരളത്തിലെ സാധ്യത എന്ന വിഷയത്തിൽ അരൂരിൽ സെമിനാർ നടന്നു. ചന്ദ്രൂർ പാലസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന സെമിനാർ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഒരു 500 ഹെക്ടർ വരാളി കൃഷിക്ക് വേണ്ടി പണം മാറ്റി ഗവൺമെന്റ് വെച്ചു. 500 ഹെക്ടർ പോലും കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള അനുവാദം കൊടുക്കുക. വ്യവസായം നടത്തുന്നവർ കൃഷി എന്തായാലും തടസ്സമാണ്. ഓരോ ന്യായങ്ങളുണ്ട്. എന്ത് ന്യായങ്ങളാണ്? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജലാശയങ്ങളെ പരമാവധി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് നെല്ല് പോലെ തന്നെ മത്സ്യം ഒരു ഭക്ഷ്യ വസ്തുവാണെന്ന് കണക്കാക്കി അതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടം നമ്മുടെ സംസ്ഥാനത്തിന് കൈമുതലാക്കാൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന സ്രോതസ്സാക്കി കേരളത്തിലെ മത്സ്യമേഖല മാറ്റാൻ എല്ലാവരും ശ്രമിക്കുന്ന നല്ലൊരു ചർച്ച സെമിനാറായി ഈ സെമിനാർ നടത്തുന്നതിനെ വിശ്വസിക്കുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ചു കൊടുത്താണ്. കേരളത്തിലെ മത്സ്യ ഉൽപ്പന്ന കയറ്റുമതി രംഗം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും മത്സ്യ വ്യവസായത്തിന് ആവശ്യമായ ചെമ്മീനിന്റെ വരവ് കുറഞ്ഞതും യൂറോപ്യൻ, അമേരിക്കൻ രാജ്യങ്ങളിൽ കയറ്റുമതി നിയന്ത്രണങ്ങൾ വന്നതും സംസ്ഥാനത്തെ മത്സ്യ വ്യവസായ മേഖലയിൽ തൊഴിൽ, വരുമാനം, വിദേശ നാണ്യം എന്നിവയിൽ ഗണ്യമായ കുറവ് വരുത്തിയിട്ടുണ്ട്. ഈ രംഗത്ത് കേരളത്തിലുണ്ടായിരുന്ന പ്രഥമ സ്ഥാനം 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സാഹചര്യമാണുള്ളത്. കേരളത്തിൽ സമൃദ്ധമായ ഊർജ്ജലവും 10 വർഷത്തിലധികമായി തരിശു കിടക്കുന്ന പാടശേഖരവും വനാമി ചെമ്മീൻ ഉൽപ്പാദനത്തിന് അനുയോജ്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു. വനാമി ചെമ്മീൻ കൃഷിയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കുവാനും ലക്ഷ്യം വെച്ചാണ് സെമിനാർ നടത്തപ്പെട്ടത്. അരൂർ MLA ദലീമ ജോജോ അധ്യക്ഷത വഹിച്ചു. മത്സ്യാനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ CITU ജില്ലാ സെക്രട്ടറി യു രാജുമോൻ സ്വാഗതം പറഞ്ഞു. MLAയും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ചിത്തരഞ്ജൻ മുഖ്യ പ്രഭാഷണം നടത്തി. അഡാക് മാനേജിംഗ് ഡയറക്ടർ ഇഗ്നേഷ്യസ് മൺറോ വിഷയം അവതരിപ്പിച്ചു. മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി A സഫറുള്ള, CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് NP ഷിബു, INTUC ഓർഗനൈസിംഗ് സെക്രട്ടറി അസീസ് പായിക്കാട്, കേരള ആക്വ ഫാർമേഴ്സ് ഫെഡറേഷൻ PJ സാൽവിൻ, സീഫുഡ് എക്സ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജോസഫ് സക്കറിയ, ചേംബർ ഓഫ് കേരള സീഫുഡ് ഇൻഡസ്ട്രി സംസ്ഥാന പ്രസിഡന്റ് GR അജിത്, മറൈൻ പ്രൊഡക്ട്സിന്റെ അസോസിയേഷൻ പ്രസിഡന്റ് അഷറഫ് പുല്ലുവേലി, മുൻ MP അഡ്വക്കേറ്റ് AM മാരിഫ്, മോളി സുഗുണാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. മത്സ്യ സംസ്കരണ വിപണന തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് C രത്നകുമാർ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, അരൂർ.